നമ്മളൊരു ഒറിഗാമി ചെയറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്ക്വയർ പേപ്പർ എടുക്കാം. സ്ക്വയർ പേപ്പർ എടുത്തിട്ട് നേരെ ഹാഫായിട്ട് മടക്കുക. ഇത് നമ്മൾ ട്രയാങ്കിൾ ആക്കണ്ട, നേരെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക. പ്രസ് ചെയ്യുക. ഇനി ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ഫോൾഡിലേക്ക് ഈ സൈഡ് ഞാൻ മടക്കുക. പ്രസ് ചെയ്യും. അതുപോലെ ഇപ്പുറത്തെ സൈഡും ഈ ഫോൾഡിലേക്ക്, മിഡിൽ ഫോൾഡിലേക്ക് കൊണ്ടുവരണം. നല്ലോണം പ്രസ് ചെയ്യാം. ഓവർലാപ്പ് ഒന്നും ചെയ്ത് വരരുത്. ഇവിടെ വന്ന് മുട്ടി നിൽക്കണം. ദെൻ ഒരു ഹാഫ് മാത്രം ഓപ്പൺ ചെയ്യും, മറ്റേ ഹാഫ് ഓപ്പൺ ചെയ്യുന്നില്ല. എന്നിട്ട് ഈ മടക്ക് അകത്താണ്ടിരിക്കുന്നത് ആ മടക്കോട് കൂടി ഞാൻ ഇങ്ങനെ ഹാഫാക്കും. നല്ലോണം പ്രസ് ചെയ്യും. ഓക്കെ, ഇനിയാണ് ഇതിൻ്റെ ട്രിക്കി പാർട്ട്. നമുക്കിവിടെ 2 വരകൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക്, ഈ ഫോൾഡിൻ്റെ വരയിലേക്ക് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കൊണ്ടുവരിക. എന്നിട്ട് വെർട്ടിക്കലായിട്ട് പിടിച്ചുകൊണ്ട് ഇവിടെ വിരൽ വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. മനസ്സിലായോ? ഇതേ പരിപാടി ഇപ്പുറത്തും ചെയ്യണം. അതായത് ഈ ഫോൾഡിൻ്റെ വരയിലേക്ക് വെർട്ടിക്കലായിട്ട് കൊണ്ടുവരുന്നു, വിരൽ ഇവിടെ വെച്ച് സപ്പോർട്ട് ചെയ്യുന്നു, മുകൾ വശം പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ വിടർന്ന് വരും. നമുക്കത് നല്ലൊരു ട്രയാങ്കിൾ ആക്കി കൊടുക്കണം. നല്ലൊരു ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരണം, കയറി ഇറങ്ങിയൊന്നും പോകരുത്. നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്ന രീതിയിൽ ട്രയാങ്കിൾ ആക്കുക. ഓക്കെ, അപ്പോൾ ഇനി എളുപ്പമാണ്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നടുക്കൊരു പോർഷൻ ഉണ്ട്, നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ആ പോർഷനെ മുകളിലേക്ക് മടക്കുക. മുകളിലേക്ക് മടക്കി നല്ലോണം ഫോൾഡ് പ്രസ് ചെയ്യുക. അത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഈ ഫോൾഡിലെ സാധനം ഇങ്ങോട്ട്, പേപ്പർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇപ്പോഴത്തെ സൈഡിലെ പേപ്പർ ഇങ്ങോട്ട് മടക്കും. ചെയർ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, സീറ്റ് താഴേക്ക് വയ്ക്കുക. ചെയർ ഇസ് ready.